ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ 2025 ആദ്യത്തെ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പോവാണ്. ഞങ്ങൾ പോകുന്നത് അപ്പോൾ കുളുക്കുമലേക്കാണ്. ലോകത്തിലെ ഏറ്റവും ഹൈറ്റിലുള്ള ടീ പ്ലാന്റേഷനൊക്കെ ഉള്ള കുളുക്കുമലേക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടൈം 7 മണിയായി, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് സൂര്യനെല്ലിക്ക് പോയിട്ട് അവിടെ നിന്ന് ബേസ് ക്യാമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബേസ് ക്യാമ്പിൽ എന്നിട്ട് നാളെ മോർണിംഗ് ആണ് ട്രക്കിങ്ങിന് പോവുക. ഞങ്ങൾക്ക് എത്തേണ്ടത് സൂര്യനെല്ലി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ ഇന്ന് ക്യാമ്പ് ചെയ്ത് നാളെ പുലർച്ചയ്ക്കാണ് ട്രക്കിങ്ങിന് പോവുക. നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾക്ക് ചെറുതായി ഒന്ന് വഴിതെറ്റി. എന്നാലും ഈ വഴിയിലൂടെയും സൂര്യനെല്ലിയിൽ എത്താൻ പറ്റും. നല്ല സുന്ദരമായ റോഡും കാഴ്ചകളും ഇടയ്ക്കിടയ്ക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങളും എല്ലാം കാണാം. പാമ്പള എന്നൊരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മുടെ പെരിയാർ റിവർ ഇങ്ങനെ ചെളി കുത്തി ഒഴുകുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. അങ്ങനെ കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടിലെത്തി. ഗൂഗിൾ മാപ്പ് കാട്ടുന്ന വഴിയിലൂടെ സൂര്യനെല്ലി എത്താൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടെ കണ്ട കുറച്ച് ചേട്ടന്മാരോട് വഴി ചോദിച്ച് പോവാമെന്ന് കരുതി. ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ ഒരിക്കലും ബൈക്കിൻ്റെ റൂട്ട് ഇടാൻ പാടില്ല. അതില്ലാത്ത വഴിയൊക്കെ കാണിക്കും. കാറിൻ്റെ റൂട്ട് ഇടുന്നതാണ് നല്ലത്. ഇവിടെ മലയുടെ മുകളിൽ നല്ലൊരു കുഞ്ഞ് അമ്പലമൊക്കെ കാണാൻ പറ്റി. അങ്ങനെ കുറേ മലയും കുന്നൊക്കെ കയറിറങ്ങി ഹൈവേയിൽ ഞങ്ങളെത്തി. ഇവിടെ തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ സൂര്യനെല്ലിക്കുള്ള ബോർഡും കണ്ടു. സമയം ഏതാണ്ട് 12 മണി കഴിഞ്ഞു. ഇവിടെ കുറേ ജീപ്പുകളൊക്കെ കിടക്കുന്നുണ്ട്. 2000 രൂപ കൊടുത്താൽ നമുക്ക് ഈ ജീപ്പിൽ കയറി കുളുക്കുമല കണ്ട് തിരിച്ചു വരാം. 6 പേർക്ക് വരെ ഒരു ജീപ്പിൽ സഞ്ചരിക്കാം. എന്തായാലും ഞങ്ങൾ ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് യാത്ര തുടർന്നു. ഒടുവിൽ ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. നിയോലാൻഡ് എന്നാണ് ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പേര്. ഞങ്ങൾ കംപ്ലീറ്റ് ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പിന് ആകെ ചിലവായത് 1800 രൂപയും സ്കൂട്ടറിൽ അടിച്ച പെട്രോളിൻ്റെ തുകയും മാത്രമാണ്. ഇതാണ് സ്ഥലം. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി. അതുകൊണ്ട് ഇവിടെ ക്ലീനിങ് എല്ലാം നടക്കുന്നേ ഉള്ളൂ. ബഡ്ജറ്റ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ സൗകര്യങ്ങളെല്ലാം അതിനനുസരിച്ചേ ഉള്ളൂ. ഇന്നിവിടെ ആരുമില്ല. ഞങ്ങളും പിന്നെ ചെന്നൈയിൽ നിന്നുള്ള ഒരു 5 സ്റ്റുഡൻസുമുണ്ട്. ടെൻറ്റുകളാണ് കേട്ടോ. ഞങ്ങളതിൻ്റെ ഏറ്റവും അറ്റത്താണ്. എന്ത് മനോഹാരിതയാണ് ഈ കാണുന്നത്. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്. ഞങ്ങളിവിടെ നിന്നുള്ള വ്യൂ. ഓ സോ നൈസ്. അവിടെ അങ്ങേറ്റത്തിൽ ലൈക്കൊക്കെ കാണാം കേട്ടോ. 2 മലകൾക്കിടയിലൂടെ പുഴ ഒഴുകി പോകണം. നല്ല സീനറിയാണ്. ടെൻറ്റിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കാം. ഇതാണ് ഞങ്ങളുടെ ടെൻറ്റ്.
ഇത് അകത്തുനിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ കാണിച്ചു കൊടുത്തേ. അപ്പം ഞങ്ങളുടെ ടെൻറ്റിൻ്റെ പുറത്തേക്കുള്ള വ്യൂ തീർത്തു. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പോണേ. സോ നൈസ്. ആഹാ, കാലത്ത് 3:30ക്കാണ് ട്രക്കിങ്ങിന് പോണത് കൊളുക്കുമലയ്ക്ക്. അപ്പോൾ ഇന്ന് നൈറ്റ് ഒരു ചെറിയൊരു മിർച്ചി വാട്ടർഫോൾ കാണാൻ പോവും. അത് കഴിഞ്ഞ് വന്നിട്ട് ക്യാമ്പ് ഫയർ ഉണ്ട്. എൻ്റെ ഒന്നും തന്നീല. ഇപ്പോൾ സമയം 4:30 ഞങ്ങൾ ചെറിയൊരു ട്രക്കിങ്ങിന് പോവുകയാണ്. ഒരു ഹിഡൻ വാട്ടർഫോൾ കാണാനാണ് പോകുന്നത്. ഇന്നൊരു എല്ലാ ഭാഗത്തും ഒരു പ്രശാന്ത സുന്ദര സുഖമില്ല അല്ലേ? ചന്ദനെ കണ്ടുട്ടാ. പോകുന്ന വഴി ഒരു പട്ടിക്കുട്ടി കൂടി ഞങ്ങളുടെ കൂടെ കൂടി. പട്ടിയണ്ട വഴി കാട്ടി. അങ്ങനെ ഞങ്ങൾ വാട്ടർഫോൾ എത്താറായി. വെള്ളത്തിന്റെ സൗണ്ട് എല്ലാം കേൾക്കാൻ തുടങ്ങി. ഇതിന്റെ പേരറിയോ? പേരുണ്ടോ? ആ, ബ്ലാക്ക് ഗാർഡാ. നമ്മളെങ്ങടെ പോണേ? എന്തിട്ട് വീടുണ്ടാട്ടാ? നീ സൂക്ഷിക്കാതെയോ? ഞാൻ ആദ്യം പോയാൽ മതിയായിരുന്നു. എന്നെ വിട്ടാൻ പറ്റില്ല. അവിടെന്താ? ഞങ്ങൾ കുറച്ചു നേരം വാട്ടർഫോൾസ് എല്ലാം കണ്ട് അതിൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരുന്നു. അതിൽ വേണമെങ്കിൽ നമുക്ക് കുളിക്കാം, പക്ഷെ ഞങ്ങൾ കുളിക്കാനൊന്നും നിന്നില്ല. നമ്മൾ എറണാകുളം എക്സ്പ്രസ്സിൽ പോയാൽ തീർത്തൊരു വഞ്ചിയെല്ലാം ഉണ്ടാക്കി ഒഴുക്കി വിട്ടു.
പോണില്ല. നോക്കിക്കോളോ പത്തോ വീഴോ അങ്ങനെ. അങ്ങനെ ഒരു 6 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങി. രസമുണ്ടല്ലേ? ഞാനിത് കവറാന്ന് വിചാരിച്ചേ. ഞങ്ങൾ തിരിച്ച് ക്യാമ്പ് സൈറ്റിലെത്തി. ഫോണിൽ ചാർജ് തീരാറായി. ഇതൊന്ന് കുത്തിയിടണം. അങ്ങനെ സമയം 8 ആയപ്പോൾ ക്യാമ്പ് ഫയർ ഇട്ടു. അപ്പോഴേക്ക് നല്ല തണുപ്പായി. ക്യാമ്പ് ഫയറിൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ നല്ല സുഖം. ഇവിടെ ഞങ്ങളെ കൂടാതെ ചെന്നൈയിൽ നിന്നും വന്ന 5 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും കൂടിയുണ്ട്. എല്ലാവരെയും ഞങ്ങൾ കമ്പനിയായി. കുറേ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫുഡ് വന്നു. ചപ്പാത്തി, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറിക്ക് നല്ല എരിവുണ്ടായി. നല്ല തണവുള്ളത് കൊണ്ട് അത് കോമ്പൻസേറ്റ് ആയി പോയി. ഇപ്പൊ സമയം രാത്രി 9:30. പാടില്ലേ? നാളെ കാലത്ത് 3:30 എണീക്കണം. കൊളുക്കുമലയ്ക്ക് ട്രക്കിങ്ങിന് പോയി. തണുത്തിട്ടുണ്ടല്ലോ എന്താ പറഞ്ഞേ? ഭയങ്കര തുറക്കണ്ടടി. കണ്ടു? അയ്യോ ഒന്നും കാണില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഉറങ്ങാൻ പോവാണ്. ഇനി കാലത്ത് 3:30 ആകുമ്പോൾ വേക്കപ്പ് കോളുണ്ട്. അപ്പോൾ വേക്കപ്പ് കോളിൽ എന്നിട്ട് 3:30 എന്നിട്ട് 4:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ട്രക്കിങ്ങിന് പോകും കൊളുക്കുമലയ്ക്ക്. ഇവിടെ നിന്ന് 18 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത കാഴ്ചകൾ നാളെ കാലത്ത് കാണാം. ബൈ.